ചിരിക്കുന്ന സന്യാസിമാർ. നമസ്കാരം. KKG ഇഫക്റ്റിന്റെ 190 എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതം സങ്കടപ്പെടാനുള്ളതല്ല, ആഘോഷിക്കാനുള്ളതാണെന്ന് ലോകത്തെ പഠിപ്പിച്ച 3 മനുഷ്യരുണ്ട്. പുരാതന ചൈനയിലെ ആ 3 ചിരിക്കുന്ന സന്യാസിമാരുടെ കഥ പറയാം. അവർക്ക് പേരുകളില്ലായിരുന്നു. ചൈനയിലുടനീളം അവർ അറിയപ്പെട്ടത് 3 ലാഫിംഗ് മോങ്സ് എന്നാണ്. അവരുടെ പ്രാർത്ഥനയും ഉപദേശവും എല്ലാം ഒന്നു മാത്രം: ചിരി. ഒരു ഗ്രാമത്തിന്റെ മധ്യഭാഗത്ത് പോയി നിന്ന് അവർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഗ്രാമവാസികളും ചിരിക്കും. നോക്കി നിൽക്കെ ആ ഗ്രാമം മുഴുവൻ സന്തോഷത്തിൽ ആറാടും. അതായിരുന്നു അവരുടെ രീതി. വർഷങ്ങളോളം അവർ ഈ സന്തോഷം ലോകത്തിന് പകർന്നു നൽകി. എന്നാൽ ഒരു ദിവസം വടക്കൻ ചൈനയിലെ ഒരു ഗ്രാമത്തിൽ വെച്ച് അവരിൽ ഒരാൾ മരണപ്പെട്ടു. ഗ്രാമവാസികൾ ആകെ സ്തംഭിച്ചുപോയി. എപ്പോഴും ചിരിച്ചു നടന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സന്യാസിമാരിൽ ഒരാൾ പോയല്ലോ എന്നോർത്ത് അവർ ദുഃഖിച്ചു. പക്ഷേ അവിടെ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. മരിച്ചു കിടന്ന കൂട്ടുകാരന് അരികിലിരുന്ന് മറ്റ് 2 സന്യാസിമാരും മുമ്പത്തേക്കാൾ ഉറക്കെ ചിരിക്കുകയാണ്. അത്ഭുതപ്പെട്ട ഗ്രാമവാസികൾ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? അവർ ആദ്യമായി ജനങ്ങളോട് സംസാരിച്ചു, അതും ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട്. ഞങ്ങളിൽ ആരാണ് ആദ്യം മരിക്കുക എന്ന് ഞങ്ങൾ പന്തയം വച്ചിരുന്നു. ഈ വിരുദ്ധൻ ഇപ്പോൾ ജയിച്ചിരിക്കുന്നു. ഇവനാണ് വിജയി. മരിക്കുന്നതിന് മുമ്പ് ആ സന്യാസി ഒരു കാര്യം പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു: എൻ്റെ വസ്ത്രം മാറ്റരുത്, എന്നെ കുളിപ്പിക്കരുത്. താൻ ചിരിച്ചുകൊണ്ട് മാത്രം ജീവിച്ച കാരണം ലോകത്തിലെ ഒരഴുക്കും തന്നെ സ്പർശിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് വസ്ത്രം മാറ്റേണ്ടതില്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ആളുകൾ അത് അനുസരിച്ചു. അങ്ങനെ ചിതയ്ക്ക് തീ കൊളുത്തി. പെട്ടെന്നാണ് അവിടെ ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് നടന്നത്. ആ സന്യാസിയുടെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് 100 കണക്കിന് വെടിക്കോപ്പുകൾ ആകാശത്ത് വർണ്ണ വിസ്മയം തീർത്ത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സന്യാസിയുടെ ചിത എരിയുന്ന കാര്യം പോലും മറന്ന് ആ ഗ്രാമം മുഴുവൻ ആർത്തു ചിരിച്ചു. യഥാർത്ഥത്തിൽ താൻ എപ്പോഴാണ് മരിക്കുകയെന്ന് ആ സന്യാസിക്ക് കൃത്യമായ നിശ്ചയമുണ്ടായിരുന്നു. മരണത്തിലും ആളുകളെ ചിരിപ്പിക്കാൻ അദ്ദേഹം ഒരു രഹസ്യ പദ്ധതി നേരത്തെ തയ്യാറാക്കിയിരുന്നു. ആരുമറിയാതെ അദ്ദേഹം തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ധാരാളം പടക്കങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. ആചാരപ്രകാരം കുളിപ്പിക്കുകയോ വസ്ത്രം മാറ്റുകയോ ചെയ്താൽ തൻ്റെ അവസാന തമാശ പാളിപ്പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വസ്ത്രം മാറ്റരുത് എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞത്. മരിക്കുമ്പോഴും മറ്റുള്ളവരെ പൊട്ടിച്ചിരിപ്പിക്കാൻ അദ്ദേഹം കരുതി വെച്ച അവസാനത്തെ മാജിക്കായിരുന്നു അത്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളരരുത്. അതിനെ നോക്കി ചിരിക്കാൻ ശീലിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിലെ സന്തോഷമാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മരണം പോലും ആഘോഷമാക്കിയ ആ സന്യാസിയെ പോലെ നമുക്കും പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാം. ബി പോസിറ്റീവ്, കീപ് സ്മൈലിംഗ്. ബൈ ഫ്രം KKG.